ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ ഗോൾഡൻ ബദാം മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ എന്തായാലും നോക്കുക. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബദാം തന്നെ എടുക്കുക. അതിനുശേഷം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു ഇഞ്ചോ 2 ഇഞ്ചോ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ട് വച്ചേക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കെടുത്ത് പതിയെ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയാം. ഈ തൊലി ഈ ഒരു മിൽക്കിന് ഉപയോഗിക്കില്ല. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും. അതുപോലെ തന്നെ ബദാമിൻ്റെ തൊലി ഡൈജഷൻ ശരിയായ രീതിയിൽ നടത്തില്ല, ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ തൊലി കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ വെറുതെ ബദാം കഴിക്കുവാണെങ്കിൽ കൂടി ഈ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സ്കിൻ കളഞ്ഞിട്ട് ഇതേ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ സ്കിന്ന് ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ബദാമിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ വെയിറ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിന് ഡൈജഷൻ പ്രോബ്ലംസ്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസൊക്കെ മാറ്റാൻ ഈ ബദാം മിൽക്ക് നല്ലതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ കാൽഷ്യം റിച്ച് ആണ്. 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു വീക്കിൽ 2 വട്ടമെങ്കിലും ഈ ബദാം മിൽക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ 2-3 എണ്ണം വീതം മാത്രം വെച്ച് കൊടുക്കുക. 1 വയസ്സ് തൊട്ട് ഒരു 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് 1 തൊട്ട് ഒരു 6 എണ്ണം വരെ, അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ കൊടുത്തു നിർത്തണം. അപ്പോൾ നമ്മളിതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ബദാം മിൽക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ രീതി തന്നെ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബദാം വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു മിൽക്കിന് ടേസ്റ്റ് കിട്ടുകയില്ല കേട്ടോ. ഇപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഈ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ ഈ മിൽക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലാതെ എക്സ്ട്രാ വെള്ളം നമ്മൾ മിൽക്കിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ബദാം മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാവാനായിട്ട് അനുവദിക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗോൾഡൻ ബദാം മിൽക്ക് എന്ന് പറയുന്നത് തന്നെ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് ഷുഗർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ 1 വയസ്സൊക്കെ കഴിഞ്ഞ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കരുത്. അതിന് പകരം നമുക്ക് പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇമ്മ്യൂണിറ്റി പവർ മാത്രമല്ല, ഇതിൻ്റെ ആ കളർ, ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു നമ്മുടെ മഞ്ഞൾപ്പൊടി. പക്ഷേ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഇങ്ങനെ അറിയാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന പോലെ വരുമ്പോൾ, പൊങ്ങി വരുമ്പോൾ നമുക്കൊരു തവി വച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബദാം മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ബദാം നന്നായിട്ട് അരച്ച് മിൽക്ക് പോലെ ആക്കി വച്ചേക്കുന്നത്, അതിനാണ് ശരിക്കും ബദാം മിൽക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പാല് തന്നെ ഞാനിങ്ങനെ കോരി ഒഴിച്ചിട്ട് മുഴുവനായിട്ട് അരിച്ചെടുക്കുവാണ്. അപ്പോൾ ചെറിയ തരി പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ
അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല വേ. ഇപ്പം നമ്മൾ ചൂടോടെ ഇത് കുടിക്കുന്നത് എങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ഞാനിവിടെ തണുപ്പിച്ച് മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു തരി ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അറിയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബദാം നന്നായിട്ട് കുക്കായി കിട്ടണം. ഒരു 3 മിനിറ്റ്സ് നമുക്കിതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് തിളച്ച് പൊങ്ങി വരാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഒരു 3 മിനിറ്റ്സ്. എന്നാൽ മാത്രമാണ് ബദാമിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് അരച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ബദാമിൻ്റേതായ ആ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, ഒരു നല്ലൊരു ടേസ്റ്റിലേക്ക് ഫ്ലേവറിലോട്ട് വരണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും പാലും കുറച്ച് വറ്റി വരും, കുറച്ച് തിക്കായിട്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ഈ ഒരു ബദാം മിൽക്ക് റെഡിയായി കിട്ടുക. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺസിൻ്റെ സ്ട്രാൻഡ്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് 2-3 എണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാഫ്രോൺ ബദാം മിൽക്കായി. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഗോൾഡൻ ബദാം മിൽക്കായി. അതേ ഉള്ളൂ ഡിഫറൻസ്. പക്ഷേ ടേസ്റ്റിൽ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു 3 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ചൂടോടെ തന്നെ കൊടുക്കാനാണ്. പക്ഷേ നമ്മളാണ് കുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബദാമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തണുപ്പിച്ച് കുടിക്കുക. ഞാൻ എപ്പോഴും തണുപ്പിച്ച് തന്നെയാട്ടോ സെർവ് ചെയ്യാറുള്ളത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ഇതുപോലെ തന്നെ തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ബദാം മിൽക്ക് നമ്മൾ തണുപ്പിച്ച് കുടിക്കുമ്പോൾ. ചൂടോടെ കുടിക്കുമ്പോൾ അത് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. തണുപ്പിച്ച് കഴിയുമ്പോൾ ഉള്ള ടേസ്റ്റും ചൂടോടെയുള്ള ടേസ്റ്റും തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തണുപ്പിച്ച് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തണുപ്പിച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ ഇങ്ങനെ സ്മെല്ലടിക്കുമ്പോൾ ഛർദ്ദിക്കണ ആ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വേണമെങ്കിൽ ചൂടോടെ കുടിക്കാം. പക്ഷേ അതെ, ഇത് ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇച്ചിരി ലൂസായിട്ട് ഫീൽ ചെയ്യും. നല്ല പതയൊക്കെ ആയിട്ട് നല്ല ചൂടൊക്കെ പറക്കുന്ന നമ്മുടെ ഗോൾഡൻ ബദാം മിൽക്കാണിത്. പക്ഷെ ഞാനിതിങ്ങനെ കുടിക്കുന്നില്ല, ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ള രീതി കാണിക്കാം. ലൈറ്റ് ഗോൾഡൻ കളറാണ് കേട്ടോ, പക്ഷെ അത് കറക്റ്റായിട്ട് കാണാത്തതാണ്. ഇത് കണ്ടോ, തണുപ്പിച്ചെടുത്തതാണ്. തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം പോലെ നല്ല രീതിയിൽ സെറ്റായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും എല്ലാം ഈ ചാനലിനോടും എന്നോടും ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.